വി ഡി സതീശൻ മുമ്പ് ഗോൾവാൾക്കറുടെ ഫോട്ടോൻ്റെ മുമ്പിൽ പോയി നമസ്കരിച്ച് പുഷ്പാർച്ചന നടത്തുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആർ എസ് എസുമായി ബി ജെ പിയുമായിട്ടുള്ള ലിങ്ക്, ഡീലുള്ള കാര്യം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ നിങ്ങൾക്ക് യു കെയിലേക്ക് പോകാൻ, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടുണ്ടോ അല്ല നൽകിയിട്ടില്ലേ? ഈ കാര്യം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇതവിടെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം, യു കെ എന്ന രാജ്യത്തേക്ക്, ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള വിസക്കുള്ള അംഗീകാരം. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വിദേശ പൗരൻ, അവിടെ എത്തിയാൽ ഒരു വിദേശ പൗരൻ ഇംഗ്ലണ്ടിൽ നിന്ന്, യു കെയിൽ നിന്ന്, ബർമിംഗ്ഹാം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വിളിച്ചു ചേർത്ത നിരവധി യോഗങ്ങളിൽ ഈ കേരളത്തിലുണ്ടായ ദുരന്തം, പ്രളയം അതീവ ഗൗരവതരമാണെന്നും ആ ഗൗരവതരമായ ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന നാട് എൻ്റെ മണ്ഡലമായ പറവൂരാണെന്നും ആ പറവൂരിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അദ്ദേഹം അവിടെ അങ്ങ് പറഞ്ഞത് 216 വീടുകൾ, തയ്യൽ മെഷീൻ്റെ എല്ലാം കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്യുന്നതാണെന്നാണ്. ഒരു 216 വീടെങ്കിലും വെച്ചു കൊടുക്കാൻ വേണ്ടി, ഇവിടെ പറഞ്ഞതുപോലെ 2000-ലധികം വീട് വെച്ചു കൊടുത്ത മണ്ഡലമാണ് ഈ മണ്ഡലം. അത് കൃത്യമായി ഇടതുപെട്ട ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയുടെ റീബിൽഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് 216 വീട് വെച്ചു കൊടുക്കണം എന്ന്. 216 വീട് വെച്ചു കൊടുക്കാനുള്ള പണം നിങ്ങൾ തരണം. അദ്ദേഹത്തിൻ്റെ അസംബ്ലിയിൽ വന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു നയാ പൈസയും ഞാൻ പിരിച്ചിട്ടില്ല, പണം പിരിച്ചിട്ടില്ല എന്ന്. കളവാണല്ലോ എപ്പോഴും പറയുക. ആ കളവ് പിടിക്കപ്പെട്ടപ്പോൾ പിടിച്ചത് വെറുതെയല്ല, നിയമസഭ അതിൻ്റെ അകത്ത് തന്നെയുള്ള MLA-മാർ, അത് അന്ന് MLA-മാരായിരുന്ന, ഇവിടെ പറഞ്ഞല്ലോ, ശർമ്മ ഉൾപ്പെടെ, സ്വരാജ് ഉൾപ്പെടെ, ജെയിംസ് മാത്യു ഉൾപ്പെടെ, അവരെല്ലാം ചേർന്ന് വിഷയം അവതരിപ്പിക്കുകയും ജെയിംസ് അവസാനം ബർമിംഗ്ഹാമിൽ നടന്ന യോഗത്തിലെ വി ഡി സതീശൻ്റെ പ്രസംഗം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നിയമസഭയിൽ അവതരിപ്പിച്ചു. അവിടെ പ്രസംഗിക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ സീനൊക്കെ കാണിച്ചു കൊടുത്തു. ഇത് മറന്നുപോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ, സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കലാണ്, ചോദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ്. ഇപ്രാവശ്യം ഞാൻ പത്രസമ്മേളനത്തിൽ വി ഡി സതീശൻ്റെ ബർമിംഗ്ഹാം യോഗത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പത്രക്കാർക്ക് കേൾപ്പിച്ചു. ഇപ്പോഴെല്ലാം സാങ്കേതിക വിദ്യയുണ്ടല്ലോ. പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അത്രയേ ഉള്ളൂ, 2-2.5 മിനിറ്റേ ഉള്ളൂ. ആ 2.5 മിനിറ്റ് നേരം ഞാനത് കൃത്യമായിട്ട് സീനിൽ കൃത്യമായിട്ട് കാണാനും കേൾക്കാനും പത്രക്കാർക്ക് സാധിക്കുന്ന രീതിയിൽ ആ ടേപ്പ് കൃത്യമായിട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഒരാൾക്കും പറയാൻ സാധിക്കില്ല, നേരത്തെ അസംബ്ലിയിൽ മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. ഇത് അസംബ്ലിക്ക് വെളിയിൽ പത്രസമ്മേളനത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഞാനത് കൃത്യമായിട്ട് കാണിച്ചു, കാണുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. വി ഡി സതീശൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ 500 പൗണ്ട് എങ്കിലും സംഭാവന ചെയ്യണമെന്നാണ്. 500 പൗണ്ട് എങ്കിലും സംഭാവന ചെയ്യണം. വിദേശികളോടും വിദേശത്തുള്ള ഇന്ത്യക്കാരോടും പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 3 തരത്തിലാണ് ഞാൻ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വികലാംഗരുള്ള കുടുംബം, പ്രയാസമാണ്. 2, ഈ ഓട്ടിസം ഉൾപ്പെടെയുള്ള മാറാരോഗങ്ങളുള്ള കുടുംബം, അവർക്ക് വീട്. 3, ഗൃഹനാഥനില്ല, ഗൃഹനാഥയായിട്ടുള്ളത് സ്ത്രീയാണ്. അങ്ങനെ സ്ത്രീകൾ മുൻകൈയുള്ള കുടുംബം. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട 216 ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി മിനിമം നിങ്ങൾ 500 പൗണ്ടെങ്കിലും സംഭാവനയായിട്ട് നൽകണം എന്ന് കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ടേപ്പ്
പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ജെയിംസ് മാത്യു തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെ ഞാനൊരു നയാ പൈസ പിരിച്ചിട്ടില്ല എന്ന് ആദ്യം അസംബ്ലിയിൽ പറഞ്ഞ കേരളത്തിൻ്റെ അന്നത്തെ നേതാവ് MLA കൃത്യതയോടുകൂടി ഈ ടേപ്പ് വന്നാൽ പിന്നെ ഒന്നും വേറെ പറയാൻ പറ്റില്ലല്ലോ, അത് സമ്മതിച്ചു. അത് കളവാണ്, ആദ്യം പറഞ്ഞത് കളവാണ് എന്നും പിന്നെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നാണ്. പിന്നെ ആരുടെ അക്കൗണ്ടിലേക്കാണ് വന്നത്? ആർക്കാ അറിയാത്തത്? പണം പിരിക്കാനേ സാധിക്കില്ല. വിദേശ നാണയ നിയമമുണ്ട്, കൈമാറ്റ നിയമം. ആ കൈമാറ്റ നിയമം അനുസരിച്ച് മാത്രമേ പണം പിരിക്കാനും സ്വരൂപിക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ VD സതീശൻ്റെ പേരിൽ ആ പണം വരില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹം ഒരു സാമർത്ഥ്യത്തോട് പറയുകയാണ്, എൻ്റെ അക്കൗണ്ടിലില്ല. പിന്നെ ആരുടെ അക്കൗണ്ടിലാണ് ഈ പണമെല്ലാം പോയത്? ഇവിടെ നിതീഷ് പറഞ്ഞതുപോലെ ആ അക്കൗണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെതാണോ, അല്ല മഞ്ഞാലി നവാസിൻ്റെതാണോ? മഞ്ഞാലി നവാസ് പുതുതായിട്ട് വന്ന പേരാണ്. ഇതെല്ലാം ഒരു ബിനാമി സംവിധാനമാണ്. ഇതൊന്നും ആരും മനസ്സിലാക്കിയില്ല എന്ന് VD സതീശൻ ധരിക്കണ്ട. മണപ്പാട് ഫൗണ്ടേഷൻ ആയാലും അതുപോലെ തന്നെ ഈ മഞ്ഞാലി നവാസ് ആയാലും അവരെല്ലാം ബിനാമിയായിട്ട് ഇതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ പണമെല്ലാം അങ്ങനെയാണ് കൈമാറി വന്നത്. ഈ പണം ഉപയോഗിച്ച് എവിടെ ഈ 216 വീട്? ഇനി ചോദിക്കാനുള്ള കാര്യം നിയമപരമായിട്ട് പാടില്ലാത്തതാണ്. നിയമസഭാ സെക്രട്ടറിയുടെ അംഗീകാരമില്ലാതെ വിദേശത്ത് പോയി. വിദേശത്ത് പോയാൽ തന്നെ പണം പിരിക്കാൻ അവകാശമില്ല. പണം പിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറ്റമാണ്. വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗുരുതരമായ കേസാണ്. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കേസും ചാർജ് ചെയ്യപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യം ഇതിൽ ഇതുപോലുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, അവരന്വേഷിക്കാതെ ഇത് പൂർണ്ണമാവില്ല. അപ്പോൾ അവിടെ പണം പിരിച്ചിട്ടുണ്ട്. പണം നീ പറയുന്ന പോലെയുള്ള നിരവധി സംവിധാനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൈമാറ്റം ചെയ്ത പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചോ? വ്യാപകമായിട്ട് പണം പിരിക്കുക, പണം പിരിച്ചതെല്ലാം പൂർണ്ണമായിട്ട് സ്വന്തമായിട്ട് അമുക്കുക. ഇതുതന്നെയാണ് നിങ്ങൾ പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫ്, ഇപ്പോഴത്തെ മന്ത്രി, KPCC പ്രസിഡന്റ്, KPCC ഇപ്പോഴും പ്രസിഡന്റ് തന്നെയാണ്, മാറിയിട്ടില്ല. ആ പ്രസിഡന്റ് പോയപ്പോൾ ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിൽ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ 230 വീട് വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 100 വീട് കോൺഗ്രസിൻ്റെത്, 100 വീട് രാഹുൽ ഗാന്ധിയുടേത്, 30 വീട് യൂത്ത് കോൺഗ്രസിൻ്റെത്. അങ്ങനെ 230 വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണം പിരിച്ചിട്ടുണ്ട്. പണം പിരിക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെ രസകരമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജീവനക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറഞ്ഞു, ഫണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം. അപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന UDF തീരുമാനിച്ചു, ഒരു നയാ പൈസയും കൊടുക്കേണ്ടതില്ല, പ്രതിപക്ഷ പാർട്ടികൾ കൊടുക്കേണ്ടതില്ല, MLA മാർ കൊടുക്കേണ്ടതില്ല, MP മാർ കൊടുക്കേണ്ടതില്ല, ആരും ഒരു പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കേണ്ടതില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്താൽ അതിനൊന്നും വ്യക്തതയുണ്ടാവില്ല എന്ന് അന്ന് പ്രസംഗിച്ചതാണ് VD സതീശൻ.